ചരിത്ര നേട്ടവുമായി ഹരിയാന പോലീസ്. അപകടങ്ങളിൽ പെടുന്നവർക്ക് സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനം രാജ്യത്ത് ഒന്നാമതെത്തി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യവും വേഗത്തിലുമുള്ള ചികിത്സ ഉറപ്പാക്കാൻ ഹരിയാന പോലീസ് മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്തിനാകെ മാതൃകയാണ് ഹരിയാന പോലീസിന്റെ പദ്ധതി. यो नायब का हरियाणा है, या तो गुंडागर्दी छोड़ दो या हरियाणा छोड़ दो. ഇത് നായബിന്റെ ഹരിയാനയാണ്. ഒന്നുകിൽ ഗുണ്ടായിസം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഹരിയാന വിടുക. ഹരിയാന BJP ഘടകം ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പാണിത്. സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ഹരിയാന പോലീസ് മികച്ച നേട്ടം ഇതിനോടകം തന്നെ കൈവരിച്ചിട്ടുണ്ട്. കുറ്റവാളിയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന് മുഖ്യമന്ത്രി സൈനി പറഞ്ഞതിന് പിന്നാലെയായിരുന്നു BJPയുടെ ഈ കുറിപ്പ്. കുറ്റകൃത്യങ്ങൾക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സൈനിയുടെ പോലീസ് പൊതുജന സേവനത്തിൽ രാജ്യത്തിനാകെ മാതൃകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹരിയാന പോലീസ് ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാകുന്നത്. വാഹനാപകടങ്ങളിൽ ഇരയാകുന്നവർക്കാണ് ഈ സൗജന്യ ചികിത്സാ പദ്ധതി. അപകട സമയത്തെ ദ്രുത പ്രതികരണ ശേഷി, ജാഗ്രത, സാങ്കേതിക വൈദഗ്ധ്യം, സംവേദനക്ഷമത എന്നിവയിൽ മാതൃകയാവുകയാണ് പോലീസ്. അപകടങ്ങൾ നടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരകൾക്ക് വൈദ്യസഹായം ഉറപ്പാക്കാനാകുന്നു. എങ്ങനെയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കാം. സംയോജിത അടിയന്തര പ്രതികരണ മാതൃകയിലാണ് പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നത്. ശക്തമായ നിരീക്ഷണ ഘടനയാണ് പോലീസിനുള്ളത്. ജില്ലകൾ തോറും ജില്ലാ റോഡ് സുരക്ഷാ സെല്ലുകളുടെ തലവനായ DYSP, ASP ലെവൽ ഓഫീസർമാരെ പദ്ധതിയുടെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റോഡ് സുരക്ഷാ സെല്ലുകൾ എല്ലാ ജില്ലകളിലുമുണ്ട്. ഇതുവരെയായി 3167 കേസുകളിൽ പദ്ധതി പ്രയോജനപ്പെട്ടു. സംസ്ഥാനത്തുടനീളം 1228 ആശുപത്രികൾ പദ്ധതിക്ക് കീഴിൽ പാനൽ ചെയ്തിട്ടുണ്ട്. അപകട വിവരം ലഭിച്ചാൽ ഉടൻ തന്നെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതായത് അപകടവുമായി ബന്ധപ്പെട്ട ഡേറ്റ തത്സമയം ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നു. ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് പോലീസ് ക്ലിയറൻസ് വരുത്തിയാൽ 6 മണിക്കൂറിനുള്ളിൽ തന്നെ അംഗീകാരം ലഭിക്കും. അപകടം റിപ്പോർട്ട് ചെയ്യാനും അന്വേഷണത്തിനുമായുള്ള സമയം ഇങ്ങനെ ലാഭിക്കാനാകും. സുതാര്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. CCTNS അഥവാ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സംവിധാനത്തെ EDAR-മായി സംയോജിപ്പിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. ഈ സംവിധാനം നടപ്പാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്രീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ്. സംയോജിത റോഡ് അപകട ഡേറ്റാബേസ് ആണ് EDAR. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന നൂതന ഭരണ മാതൃകയാണ് ഹരിയാന ആഭ്യന്തര വകുപ്പിൻ്റേത്. അടിയന്തര ആംബുലൻസ് സേവനങ്ങൾ സംയോജിപ്പിച്ച് സംയോജിത പ്രതികരണ മാതൃക സൃഷ്ടിച്ചെടുക്കുകയാണ് അടുത്തതായി സർക്കാർ ചെയ്തത്. ഒരു അപകടം റിപ്പോർട്ട് ചെയ്താൽ ഉടൻ പോലീസും ആംബുലൻസും ഒരേ സമയം സജീവമാകും. അപകടത്തിൽപ്പെടുന്നവർക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വൈദ്യസഹായം ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ആശുപത്രികളുടെ ഏകോപനം മുതൽ അപകടത്തിൽപ്പെടുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കുമുള്ള സഹായം വരെ ഉറപ്പാണ്. റോഡ് അപകടങ്ങൾ തടയുന്നതിനുള്ള അവബോധം വളർത്തുന്നതിലും സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് ഇക്കാര്യം സാധ്യമാക്കുന്നത്. പോലീസ്, ഗതാഗത വകുപ്പ്, റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്. ശില്പശാലകൾ, സമൂഹമാധ്യമ ക്യാമ്പയിനുകൾ തുടങ്ങി
ദൃശ്യ അച്ചടി മാധ്യമങ്ങളിലൂടെയുള്ള ബോധവൽക്കരണം വരെ നടത്തിവരുന്നു. പൊതുസേവനത്തിലൂടെയും ഉത്തരവാദിത്ത നിർവഹണത്തിലൂടെയും മാതൃകയായ ഹരിയാന സർക്കാരിന്റെ സദ്ഭരണത്തിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് പദ്ധതി.